ഹായ് ഓൾ. നമ്മൾ കോമ്പറ്റീഷൻ ആക്ടിൽ വന്ന അമെൻമെൻറ്റ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. ദെൻ നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് പാറ്റന്റ് ആക്ട് 1970 എന്ന് പറയുന്നത്. വാട്ട് ഈസ് പാറ്റന്റ് ആക്ട്? ലീഗൽ റൈറ്റ് ഗിവൺ ബൈ ദ ഗവൺമെൻറ് ടു ആൻ ഇൻവെൻറ്റർ ഫോർ എ ന്യൂ ഇൻവെൻഷൻ. ഒരു പുതിയ ഇൻവെൻഷൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഒരു കണ്ടുപിടുത്തത്തിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് നൽകുന്ന ലീഗൽ റൈറ്റാണ്. ആ ഒരു ഇൻവെൻറ്റർക്ക് ഗവൺമെൻറ് നൽകുന്ന റൈറ്റിനെയാണ് നമ്മൾ പാറ്റന്റ് ആക്ട് 1970 എന്ന് പറയുന്നത്. It gives the inventor exclusive right to make, use, sell or license the invention for a certain number of years. In India, usually 20 years from the date of filing. ഇത് ഇൻവെൻറ്റർക്ക് എക്സ്ക്ലൂസീവ് റൈറ്റ്സ് നൽകുന്നു. യൂസ് ചെയ്യാൻ, സെൽ ചെയ്യാൻ, ലൈസൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു ഇൻവെൻറ്റർക്ക്, കണ്ടുപിടിച്ച ആൾക്ക് ഒരു സെർട്ടൈൻ എക്സ്ക്ലൂസീവ് റൈറ്റ് നൽകുന്ന ഒരു പ്രോസസ്സാണിത്. ഇത് ഇന്ത്യയിൽ 20 ഇയേഴ്സിനാണ് ഈ ഒരു പാറ്റന്റ് ആക്ടിനുള്ള റൈറ്റ് നൽകുന്നത്. വാട്ട് ക്യാൻ ബി പാറ്റൻറ്റഡ്? എന്തൊക്കെയാണ് പാറ്റൻറ്റ് നൽകപ്പെടുന്നത്? ന്യൂ പ്രൊഡക്ട്സ്, ന്യൂ പ്രോസസ്, മെത്തേഡ്, ഇംപ്രൂവ്മെൻറ്റ്സ് ഇൻ എക്സിസ്റ്റിംഗ് ഇൻവെൻഷൻസ്. അതായത് നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻവെൻഷൻസിൽ എന്തെങ്കിലും ഇംപ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവന്നിരിക്കണം. അത് പ്രൊഡക്ട്സിലാവാം, പ്രോസസ്സിലാവാം, മെത്തേഡിലാവാം. അങ്ങനെ ഉള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ പാറ്റൻറ്റ് നൽകപ്പെടുന്നുണ്ട്. ദെൻ ടൈപ്സ് ഓഫ് പാറ്റൻറ്റിൽ വരുന്നത് പ്രോഡക്റ്റ് പാറ്റൻ്റ് ഉണ്ട്, പ്രോസസ് പാറ്റൻ്റ് ഒക്കെ ഉണ്ട്. ദെൻ കണ്ടീഷൻസ് ഫോർ പാറ്റൻറ്റബിലിറ്റി. അത് നൊവൽറ്റി ആയിരിക്കണം, അതായത് ന്യൂലി ഇൻട്രൊഡ്യൂസ് ചെയ്തതായിരിക്കണം, പുതിയതായിട്ടുള്ള ഒരു കണ്ടുപിടുത്തമായിരിക്കണം, ഇൻവെൻറ്റീവ് ആയിരിക്കണം, എക്സിസ്റ്റിങ്ങിൽ നിന്നും ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ അതിലുണ്ടായിരിക്കണം. ദെൻ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ അവൈലബിൾ ആയിരിക്കണം. പിന്നീട് വരുന്നതാണ് ട്രേഡ് മാർക്ക് ആക്ട് 1999. സിമ്പിൾ, വേർഡ്, ഷേപ്പ് ഓർ ഡിസൈൻ യൂസ്ഡ് ടു ഡിസ്റ്റിങ്വിഷ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം ദി കോമ്പറ്റീറ്റർ. കോമ്പറ്റീറ്ററുടെ ഗുഡ്സ് ആൻഡ് സർവീസസിൽ നിന്നും ഒരു ഒരു വ്യത്യസ്തത പുലർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾ, വേർഡ്, ഷേപ്പ്, ഡിസൈൻ ഇതിനൊക്കെ പറയുന്ന പേരാണ് ട്രേഡ് മാർക്ക് എന്നുള്ളത്. ഇത് 10 ഇയേഴ്സിലോട്ടാണ് ഗ്രാൻഡ് ചെയ്യപ്പെടുന്നത്. ദെൻ നോക്കേണ്ടത് TM എന്ന് പറഞ്ഞിട്ടും 6 റൗണ്ടിനുള്ള ഉള്ളിലുള്ള സിമ്പിളാണ്. ട്രേഡ് മാർക്ക് എന്ന് പറഞ്ഞ് TM എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അത് അൺരജിസ്റ്റേർഡ് ആണ്. ദെൻ 6 റൗണ്ടിനുള്ളിലുള്ള ആ ഒരു സിമ്പിൾ രജിസ്റ്റേർഡ് ട്രേഡ് മാർക്കാണ്. ദെൻ കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ്. പ്രൊട്ടക്ട്സ് നെയിം, ലോഗോസ്, പാക്കേജിംഗ് ആൻഡ് കോമ്പിനേഷൻസ് ഓഫ് കളേഴ്സ് ആൻഡ് ഷേപ്പ്. ഇതൊക്കെ ഈ ഒരു ട്രേഡ് മാർക്ക് ആക്റ്റിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. നെയിംസ്, ലോഗോസ്, പാക്കേജിങ്, കോമ്പിനേഷൻ ഓഫ് കളേഴ്സ്, ഷേപ്സ് ഒക്കെ ഇതിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ വരുന്നത് കോപ്പിറൈറ്റ് ആക്ട് 1957 ആണ്. ക്രിയേറ്റീവ് വർക്കിന് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് കോപ്പിറൈറ്റ് ആക്ട് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു കഥ, കവിത അങ്ങനെയുള്ള എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്കുകൾ ചെയ്യുകയാണെങ്കിൽ അതിന് നൽകുന്നതാണ്. ഇത് ഇത്ര ഇയേഴ്സിലോട്ട് എന്നല്ല, ലൈഫ് ലോങ് നമുക്ക് ആ ഒരു കോപ്പിറൈറ്റ് ആക്ട് ഉണ്ടായിരിക്കും. ദെൻ ടൈം കഴിയാറായി. നെക്സ്റ്റ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. ദെൻ സബ്സ്ക്രൈബ് ചെയ്യുക.